നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഏവർക്കും സ്വാഗതം. നമ്മൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ വിശദമായ ചർച്ചയുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ മത്സരചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ആരൊക്കെയാണ് മത്സര രംഗത്തുള്ളത്, സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഓരോ മുന്നണിയുടെയും സാധ്യതകൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ സമഗ്രമായി നമുക്ക് ചർച്ച ചെയ്യാം. ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷ്, ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്ററും തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായ എ സി റജി. ഏവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. നമുക്കിന്ന് ചർച്ച ചെയ്യാം UDF കുറിച്ച്. UDF കരുത്തും ഒപ്പം തന്നെ നേരിടുന്ന വെല്ലുവിളികളും എന്തൊക്കെയെന്ന് നോക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ, കഴിഞ്ഞ തവണത്തെ സ്കോർ നോക്കുമ്പോൾ 20-ൽ 19 നേടി. ഒരെണ്ണം മാത്രമാണ് ഇടതുപക്ഷത്തിന് UDF വിട്ടുകൊടുത്തത്. അന്ന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു, ഇന്ന് അതിൽ മാറ്റമുണ്ടായെന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ചർച്ച തുടങ്ങുമ്പോൾ UDF സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ? അല്ല, കഴിഞ്ഞ തവണ UDF 19 സീറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണ്. അല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ 20 സീറ്റ് കിട്ടുമായിരുന്നു. 20 സീറ്റും ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം UDF അനുകൂലമായിട്ടുണ്ടായി. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരിൽ ഏറെക്കുറെ 90%-ലധികം, അല്ലെങ്കിൽ 95%-ഓളം UDF തന്നെ വോട്ട് ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ വരികയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വളരെ വളരെ ഹാനികരമായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് ഈ വിഭാഗക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസ് നയിക്കുന്ന UDF ആണ് കൂടുതൽ ഗുണകരമാകുക എന്ന ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് അവർ ആ രീതിയിൽ കൂട്ടിയത്. രണ്ടാമത് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിച്ചു. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വേറൊരു തരത്തിൽ കൂടി UDF ഗുണകരമായി. കാരണം മലബാറിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ്സുകാർ ലീഗിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. അതിന് ലീഗുകാർ മറ്റ് ചില മണ്ഡലങ്ങളിൽ പ്രതികാരം ചെയ്യുമെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതോടെ ആ ഒരു ചിന്താഗതി മാറി. അത് മൊത്തത്തിൽ UDF വളരെ ഗുണകരമായി. മൂന്നാമത് ശബരിമല സൃഷ്ടിച്ച വലിയൊരു വിപരീത വികാരമുണ്ടായിരുന്നു. അത് LDF എതിരായിട്ട് ഉള്ളൊരു വികാരമായിരുന്നു. ചില പ്രത്യേക സമുദായങ്ങൾ UDF തന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം BJP വോട്ട് ചെയ്താൽ LDF തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിയിട്ട്. പക്ഷേ മറ്റ് ചില വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ട് BJP വോട്ട് ചെയ്തു. കാരണം BJP ആണല്ലോ ഈ ശബരിമല സമരം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വോട്ടിങ് വന്നു. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് BJP വോട്ടുകൾ വർദ്ധിച്ചു. അത് UDF വേറെ തരത്തിൽ ഗുണകരമായി. കാരണം ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും സാധാരണ LDF കിട്ടുക. അപ്പോൾ അതിന് വലിയൊരു ചോർച്ചയുണ്ടായി. നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ G. ബാലേന്ദ്രനും ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് വലിയ വ്യത്യാസം, വലിയ വർധനവ് അടൂർ പ്രകാശിനും ഉണ്ടായില്ല. പക്ഷേ BJP സ്ഥാനാർത്ഥി കണ്ടമാനം വോട്ട് പിടിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടാണ് സത്യത്തിൽ സമ്പത്തിനെ തോൽപ്പിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള വോട്ടിങ്ങിലുള്ള പല ശോഭാ സുരേന്ദ്രൻ 2,48,000 വോട്ട് പിടിച്ചു എന്നുള്ളതല്ല, പിടിച്ച വോട്ടിൽ അധികവും LDF നിന്ന് പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ വോട്ട് അത് മാത്രമല്ല ഹിന്ദു വോട്ടാണ്. അങ്ങനെ വലിയ ഒരു വിപരീത വികാരം LDF എതിരായിട്ടുണ്ടായിരുന്നു. LDF എതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടാണ് സത്യത്തിൽ UDF ജയിപ്പിച്ചത്. സത്യത്തിൽ UDF 19 അല്ലെങ്കിൽ 20 സീറ്റ് ജയിക്കാനുള്ള ഒരു ആൾബലം ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിലില്ല. അത് ഒരു അതിര് കടന്ന വിജയമാണ്. 2004 LDF 19 സീറ്റ് ജയിച്ച പോലെ ഒരു മുന്നണിക്കും 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റൊന്നും ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിലില്ല. മാത്രമല്ല പിന്നാലെ 2020 നടന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തിരിച്ചുവരവ് നടത്തി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ വോട്ടുകൾ ഒരു ഭാഗത്ത് മറുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. കൊല്ലം കോൺഗ്രസിന് വോട്ട് ചെയ്തവർ അടുത്ത തവണ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പിന്നെ ഒരു തവണ ഇലക്ഷൻ നടത്തിയാൽ മതിയല്ലോ. ആളുകൾ മാറി വോട്ട് ചെയ്യും, മാറി വോട്ട് ചെയ്യണം. അതിനാണ് ജനാധിപത്യ ഭരണക്രമം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇത്തവണ ഈ പറഞ്ഞ വികാരങ്ങളൊന്നും പഴയ പോലെ ശക്തമായിട്ടില്ല. 2019 2024 വരുമ്പോൾ 2024 വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമല എന്നൊരു ഘടകമില്ല. അത് ആ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു. മാത്രമല്ല സുപ്രീം കോടതി രണ്ടാമത് വിധി തിരുത്തിയോടുകൂടിയിട്ട് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിലും ആ വികാരങ്ങൾ അത്രയും തീവ്രമല്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ
വീണ്ടും BJP തന്നെ അധികാരത്തിൽ വന്നേക്കും ദേശീയ എന്നുള്ളത് തലത്തിലുള്ള ആ റിസൾട്ട് ഏറെക്കുറെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു 1984 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജയിച്ചതിന് ശേഷം ഇത്രയും ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. അത്രയും ഏകപക്ഷീയമാണ്. BJP തിരിച്ചു വരും, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവും എന്നുള്ളത് ഏതാണ്ട് നമ്മൾ ഈ റൈറ്റിംഗ് ഓൺ ദ വോൾ എന്ന് പറയില്ലേ, ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ പൊതുവെ ഈ രീതിയിലുള്ള ഒരു നൈരാശ്യബോധം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിലുണ്ട്. അവർ LDF പിന്തുണയ്ക്കുമോ അത് UDF പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. കൂടുതൽ പേര് UDF പിന്തുണയ്ക്കും എന്ന് വിചാരിക്കാം. പക്ഷേ എന്നാൽ പോലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ ആ രീതിയിലുള്ള ആശയങ്ങൾ ഇപ്പം അത്ര പ്രബലമല്ല. അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ വോട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ UDF കിട്ടിയിട്ടില്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ UDF ആശങ്കയിലാണോ? UDF ആശങ്ക ഉണ്ടാകാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ന്യൂനപക്ഷ സമുദായക്കാർ ഇപ്പോൾ പഴയ പോലെ UDF വോട്ട് ബാങ്കല്ല, അവർ വോട്ട് മാറ്റി ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒഴിച്ച് ഒരു സ്ഥലത്തും മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് UDF ബ്ലാങ്ക് ചെക്കല്ല. അവർ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും, ചെയ്യാതെയും ഇരിക്കും. അതൊരു ഘടകമാണ്. വേറൊരു വിഷയം, ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. നമ്മുടെ CAA ഇത് കഴിഞ്ഞ ദിവസം തന്നെ വരികയാണ്. അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇനി ഏതാനും ദിവസങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് പോവുകയാണ്. ഇത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം UDF അനുകൂലമാകുമോ, കേരളത്തിൽ LDF അനുകൂലമാകുമോ? അല്ല, അത് LDF UDF ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വളരെയധികം പണിപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഘടകമാണ്. UDF LDF രണ്ടുപേരും ഇതിൽ മത്സരിക്കുകയാണ്. ഈ CAA എതിർക്കുന്നതിൽ രണ്ട് മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് സത്യത്തിൽ കേരള ഗവൺമെൻറ് അല്ല നമുക്ക് പാസ്പോർട്ട് ഇഷ്യൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ. അത് പാസ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഈ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്താണ് പൗരത്വ നിയമത്തിൻ്റെ പ്രധാന ജോലി. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഈ പാസ്പോർട്ട് എനിക്ക് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് നടപ്പാക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്. കേരള ഗവൺമെൻറ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഓരോരുത്തരും ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പോൾ അത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഘട്ടത്തിൽ ഹിന്ദു വോട്ടുകളെ മാത്രമല്ല, ഇപ്പോൾ പഴയ പോലെ അല്ല, ആ വോട്ടിൻ്റെ രീതികളൊക്കെ മാറി. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ മുസ്ലിം വോട്ടുകൾ അവിടെ നിൽക്കട്ടെ, മുസ്ലിം വോട്ടുകൾ UDF LDF അനുകൂലമായേക്കാം. പക്ഷേ ഈ പൗരത്വ നിയമ ഭേദഗതിയെ ഇങ്ങനെ കണ്ടുമുട്ടി എതിർക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനിടയിൽ ആ രീതിയിലുള്ള സ്വീകാര്യതയില്ല. നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടക്കുന്ന അതിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ഞാനിതിലൊക്കെ പ്രസംഗിക്കാൻ ചേർന്ന ആളാണ്. അന്ന് ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരോ വൈദികരോ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രധാന വ്യക്തികളോ ആരും ഇതുമായിട്ട് ഒരു തരത്തിൽ സഹകരിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ D കുര്യാക്കോസ് തൊടുപുഴ വെച്ച് നടത്തിയ വലിയ മഹാസമ്മേളനത്തിൽ D കുര്യാക്കോസുണ്ട്, അവിടുത്തെ അത്യാവശ്യം കതറിട്ട കോൺഗ്രസ്സുകാരുണ്ട് ക്രിസ്ത്യൻസ്. അല്ലാതെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പ്രമുഖ വ്യക്തികൾ ആരും ഇതുമായിട്ട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് സമരം അനാവശ്യമാണെന്നൊരു തോന്നൽ നേരത്തെയുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ സാമുദായിക വികാരം ആളി കത്തിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ അത് ആരെ അനുകൂലമായിട്ട് ബാധിക്കും ആരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ധ്രുവീകരണം ആയിരിക്കില്ല ചിലപ്പോൾ നടക്കും. അത് എനിക്ക് തോന്നുന്നു ഈ ഓരോ മണ്ഡലം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും പലതും വ്യത്യസ്ത രീതിയിലേക്ക് പോകും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പല മണ്ഡലങ്ങളിലും പല രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം. UDF കഴിഞ്ഞ കൊടുത്ത പോലെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ശബരിമല പോലുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളില്ല. പക്ഷേ UDF അനുകൂലമായൊരു പ്രധാന ഘടകം എന്താ വെച്ചാൽ ഈ LDF സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട്. അത് ഏത് സർക്കാരിനും 5 കൊല്ലം ഭരിക്കുമ്പോൾ ജനങ്ങളൊരു മാനസികമായിട്ട് എതിരാവും. പക്ഷേ ഈ സർക്കാരിനെ പറ്റിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ, ഒന്ന് ഈ SFIക്കാർ DYFIക്കാരൊക്കെ നടത്തുന്ന അക്രമോത്സുകമായിട്ടുള്ള സമരങ്ങൾ, അനാവശ്യ സമയത്ത് നടത്തുന്ന ബലപ്രയോഗം. പണ്ട് CITUകാരാണ് ഇതുപോലുള്ള ഗുണ്ടായുസം കാണിച്ചിട്ട് ആളുകളെ വെറുപ്പിച്ചത്. ഇപ്പോൾ അത് ഈ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്തിരിക്കും. അവസാന കലോത്സവത്തിൽ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊരു ഘടകമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു.
അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു ഘടകമായി മാറും. അതൊക്കെ അനുകൂലമായിട്ട് മാറും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴാണ്. സാധാരണ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഗുണമോ ദോഷമോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിക്കില്ല. കാരണം ഇത് കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കണം. അതിന് പുറമെ കടുത്ത ചൂടാണ്, വരൾച്ചയിലേക്ക് പോകുകയാണ്. കുടിവെള്ളക്ഷാമം വളരെ പ്രധാനമായിരിക്കും. കുടിവെള്ളക്ഷാമം കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റുപോയ സ്ഥാനാർത്ഥികൾ വരെയുണ്ട്. സത്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കുടിവെള്ളക്ഷാമം തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ ആളുകൾക്ക് ആ സമയത്ത് നമുക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്ന ആരെയാണ്? സ്ഥലം പാർലമെൻറ്റ് മെമ്പറാണ്. അപ്പോൾ താൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് എന്തുകൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ 19-1 ഇത്തവണ ആവർത്തിക്കൂ? 19-1 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ UDF-ന് വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഈ LDF സർക്കാരിന് വികാരം ഒരു ഘടകം, ഇപ്പോൾ ഈ SFI-കാരുടെ അക്രമം, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത്, അതുമല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഈ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം താളം തെറ്റി, ഇതൊക്കെ ജനങ്ങളെ ബാധിക്കും. റേഷൻ കടയിൽ ആവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ കേരളീയം പോലെയുള്ള പരിപാടികൾ. ഖജനാവിൽ ഒരു പൈസ ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ കേരളീയം നടത്തും. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് 140 മണ്ഡലങ്ങളിലും മന്ത്രിമാർ ആനയും അമ്പാരിയും ആലവട്ടവും വെഞ്ചാപുരവുമായിട്ട് സഞ്ചരിക്കുന്നു. എന്നിട്ട് അതിന് യാത്രപ്പടി ഖജനാവിൽ എഴുതി എടുക്കുന്നു. ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ശമ്പളം മുടങ്ങിയത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശ്വാസ മേനോൻ നമ്മുടെ ശിവദാസ മേനോൻ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ട്രഷറി ബാൻ ഉണ്ടായിരുന്നു. 26 ദിവസം ട്രഷറി ബാനായിരുന്നു. പക്ഷേ അതുപോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയിരുന്നു. ഇപ്പോൾ ശമ്പളം മുടക്കുന്നു, ശമ്പളം താമസിക്കുന്നു. ഇത് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തെ കൂടി വലിയ ധൂർത്ത് അനാമത്ത് നടക്കുന്നു. അതേ സമയത്ത് തന്നെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പോലും സമയത്തിന് കിട്ടാത്ത തോതിൽ സാമ്പത്തിക പ്രതിസന്ധി വളരും. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു വിപ്രതിപത്തി വലിയ എതിർപ്പായിട്ട് മാറും. അതാണ് UDF-ൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ്. പക്ഷേ അത് എത്രത്തോളം UDF-ന് അത് ക്യാഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതെ, അത് UDF-നെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ LDF ആണെങ്കിൽ ഇതുപോലൊരു കാര്യത്തിൽ വളരെയധികം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. ഓരോ ചെറിയ കാര്യവും അവർ ഭയങ്കരമായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ടാക്കിക്കൂട്ടും. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം പോലൊരു വിഷയം വരുന്നു. അത് ജനമനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമല്ലേ, ചെറുപ്പക്കാരൻ. അതിൽ SFI പോലെ ഒരു വിപ്ലവ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള അനിഷേധ്യമായ പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ക്യാഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജനങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇവർ ജീവിക്കുന്നത്. ആ കേസിൽ CBIക്ക് വിട്ടു എന്നുള്ളത് സമീപകാലത്ത് CBIക്ക് വിട്ടു എന്നുള്ള ചെറിയൊരു ആശ്വാസമാണ്. അതുകൂടി ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയത്. അത് അവസാനം മുഖം രക്ഷിക്കാൻ. അതെ, അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഈ LDF-ൻ്റെ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് സത്യത്തിൽ UDF-ന് ഗുണകരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ UDF-ന് ശരിക്കും ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും സ്ഥാനാർത്ഥികളും സിറ്റിംഗ് MP-മാരാണ്. ഇപ്പോൾ 19 പേര് സിറ്റിംഗ് ആയിരുന്നല്ലോ, അതിൽ ചാഴികാടൻ മറുഭാഗത്തേക്ക് മാറി. അപ്പോൾ അത് ആ ഒരു സീറ്റ് ഇപ്പോൾ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത് അവിടെ ഒരു പുതുമുഖം എന്ന് വേണമെങ്കിൽ പറയാം. തനി പുതുമുഖമല്ല, അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് മെമ്പറായിരുന്നിട്ടുള്ള ആളാണ്. KM ജോർജ് സാറിൻ്റെ മകനാണ്. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ ആലപ്പുഴയിലാണ് ഒരു സ്ഥാനാർത്ഥി വരുന്നത്. അത് KC വേണുഗോപാലാണ്. അദ്ദേഹം പലതവണ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. ആലപ്പുഴയുടെ കാര്യത്തിൽ ആലപ്പുഴയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയ ഏക സീറ്റ്. ആ മണ്ഡലത്തെ എങ്ങനെയായിരിക്കും? KCക്ക് വിജയസാധ്യതയുണ്ടോ? KC വേണുഗോപാൽ വലിയ അഭ്യാസിയാണ്. അദ്ദേഹത്തിന് പൈസയ്ക്ക് യാതൊരു ക്ഷാമവുമില്ല, ആൾ സ്വാധീനമുണ്ട്. ആലപ്പുഴയിൽ നേരത്തെ MLA ആയിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്. മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ കോൺഗ്രസ് മെഷീനറിയെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. അങ്ങനെ ഈ കോൺഗ്രസിൻ്റെ മിക്കവാറും സ്ഥാനാർത്ഥികൾ താപ്പാനകളാണ്. ഈ ഒരു നരേഷനുണ്ടല്ലോ, രാജ്യസഭാ സീറ്റ് കളഞ്ഞിട്ടാണ് വരുന്നത്. അതൊക്കെ ഇവരുടെ വ്യാഖ്യാനമല്ലേ. അതും ജനങ്ങൾ ആ രീതിയിൽ. അപ്പോൾ ഇവിടെ എത്ര പേരാണ് MLA സ്ഥാനം അപകടത്തിലാക്കിയിട്ട് മത്സരിക്കുന്നത്? തിരിച്ചു ചോദിച്ചൂടെ? ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചൂടെ? MLA സ്ഥാനം അപകടത്തിലാക്കിയിട്ട് കോൺഗ്രസ്സുകാരന് ഉള്ളിൽ തന്നെ KCയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘം ഉണ്ട്. അല്ല, അതുണ്ടാവും. അത് കോൺഗ്രസ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും സ്വന്തം പാർട്ടിയിലുള്ളത്ര എതിർപ്പ് പുറത്തുണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു KC വേണുഗോപാലിൻ്റെ ഒരു ഇമേജ് കഴിഞ്ഞ കുറച്ച് നാളായിട്ടൊന്ന് കോൺഗ്രസ്സുകാർക്കിടയിൽ ഒന്ന് മെച്ചപ്പെട്ടതായിട്ടൊരു ശ്രുതിയുണ്ട്. KC വേണുഗോപാൽ മറ്റേ എന്താണ് നമ്മുടെ സോളാർ വിഷയത്തിൽ പെട്ട് നിൽക്കുമ്പോൾ പോലും പുള്ളി ജയിച്ചല്ലോ. അന്ന് തോക്കണമെങ്കിൽ അന്ന് തോക്കണമായിരുന്നു. അന്ന് പോലും ജയിച്ച ആളാണ്. അപ്പം പുള്ളി വലിയൊരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സംഘടന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അതെ, അത് സംഘടനാപരമായിട്ടുള്ള വിഷയമാണ്.
പക്ഷേ എന്നാലും സംഘടനാ ചുമതല ഉള്ള ജനറൽ സെക്രട്ടറി എന്നുള്ളതിനേക്കാൾ ഉപരി കർണാടകത്തിന്റെ ചുമതലയുള്ള ആളെന്നുള്ളതാണ് പുള്ളിയുടെ മറ്റു തരത്തിലുള്ള ഭരണമുള്ള പിന്നെ വയനാടിൻ്റെയും കൂടെ പുള്ളിക്ക് ശ്രദ്ധിക്കണം. അതെ, വയനാടിൻ്റെ കൂടി അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. പുള്ളി വരുമ്പോൾ തന്നെ അവിടെ മത്സരം ടൈറ്റായി. അതെ, മത്സരം ടൈറ്റായി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ഒരു അഡ്വാൻറ്റേജിലേക്ക് പോകുന്നുണ്ടോ? എഡ്ജ് അല്ല, എഡ്ജ് എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭാഗത്ത് UDF ഒരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഏതാണ്ട് ചാലക്കുടി വരെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ, തിരുവനന്തപുരം തൊട്ട് ചാലക്കുടി വരെ നോക്കിക്കഴിഞ്ഞാൽ LDF താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അതെ, പിന്നെ വടക്കോട്ടൊക്കെയാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ LDF ഒരു പ്രതിസന്ധി, UDF ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മിക്കവാറും സിറ്റിംഗ് MP മാരാണ്. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ LDF ജയിക്കാവുന്ന സീറ്റാണ്, UDF ജയിക്കാൻ പറ്റാത്ത സീറ്റാണ്. പക്ഷേ അവിടെ 3 തവണ ജയിച്ച് MK രാഘവൻ വീണ്ടും മത്സരിക്കുകയാണ്. അതെ, അത് എന്തെങ്കിലും ഒരു വിരുദ്ധ വികാരം അവിടെ കോഴിക്കോട് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? MK രാഘവനെതിരെ വന്നേക്കാളും എത്രയോ വലിയ വിരുദ്ധ വികാരം വിളംബര കരീമിനെതിരെ വരും. അതൊരു ഘടകമല്ലേ. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള അകത്തുള്ള പോലുള്ള വേലവെപ്പ് കോൺഗ്രസ്സിലില്ല. പിന്നെ MK രാഘവൻ്റെ ഒരു സൗകര്യമുണ്ട്, കോഴിക്കോട്ടെ എല്ലാ കോൺഗ്രസ്സുകാരും പുള്ളിക്കെതിരാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരും പുതിയ ശത്രുക്കളുടെ ആരും ആവശ്യമില്ല. നിലവിൽ തന്നെ ഈ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കതറിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ പുള്ളിക്ക് പണ്ടും എതിരാണ്, ഇപ്പോഴും എതിരാണ്, എപ്പോഴും എതിരായിരിക്കും. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ടതില്ല. എല്ലാ തവണ എതിരായിട്ടുള്ള ആൾക്കാരെ കോൺഗ്രസിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇവരുടെ തമ്മിലടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് തമ്മിലുള്ള അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഏത് കാലത്തുണ്ടാവും. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് തമ്മിൽ ഒരിക്കലും ഐക്യത്തോടെ പ്രവർത്തിച്ച് ചരിത്രം പാർട്ടിയില്ല. കാരണവരും ആന്റണിയും തമ്മിലായിരുന്നു. അന്ന് പിന്നെ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണ് പ്രധാനം. പിന്നെ KPCC പ്രസിഡന്റ് ആരായാലും പ്രതിപക്ഷ നേതാവ് ആരായാലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ബാധിക്കില്ല. ഇപ്പം തെന്നല ബാലകൃഷ്ണമുള്ള KPCC പ്രസിഡന്റും AK ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണല്ലോ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ കഴിവുകൊണ്ടോ മഹാത്മ്യം കൊണ്ടോ സംഭവിച്ചല്ല, ആളുകൾ വോട്ട് ചെയ്ത്. അതെ, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി മുഖ്യമന്ത്രിയായ അതേ ദിവസം തന്നെ KPCC പ്രസിഡന്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് സീറ്റ് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കസേര നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്ദിരാഭവനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഇല്ലേ? മുരളീധരൻ പ്രസിഡന്റ്. അപ്പോൾ ഇതാണ് കോൺഗ്രസ്സിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സിറ്റിംഗ് MP മാരുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് ശക്തമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ മിക്കവാറും സ്ഥലങ്ങളിലും പാലക്കാട്ട് ശ്രീകണ്ഠൻ. അതാണ് കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ കോൺഗ്രസ് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സിറ്റിംഗ് MP മാർക്കില്ല. സിറ്റിംഗ് MP മാർക്ക് അങ്ങനെ ഇൻകംബൻസി കാര്യമായിട്ട് വരില്ല. ആൻറ്റി ഇൻകംബൻസി ഉള്ള 2 പേര്, ഒന്ന് നമുക്ക് എണ്ണി പറയാവുന്ന, ഒന്ന് കുടിക്കുന്നിൽ സുരേഷാണ്, മറ്റേ ആൻ്റണിയാണ്. പക്ഷേ ഇവർക്ക് 2 പേർക്കും ഒരു വലിയ സൗകര്യമുണ്ട്, ഈ മണ്ഡലത്തിൻ്റെ ആ ഒരു സവിശേഷത കൊണ്ട്. ഇപ്പോൾ ആൻ്റണി വേറൊരു സ്ഥലത്താണെങ്കിൽ തോറ്റുപോയത്. പക്ഷേ സ്ഥലം പത്തനംതിട്ട ആയതുകൊണ്ട്, പിന്നെ എതിരാളികൾ അത്ര പ്രബലരല്ലാത്തതുകൊണ്ടും. പത്തനംതിട്ടയിൽ നമുക്ക് അങ്ങനെ തോമസ് ഐസക്കിനെ എഴുതി തള്ളാൻ പറ്റുമോ? തോമസ് ഐസക്കിനെ എഴുതി തള്ളാൻ പറ്റും. തോമസ് ഐസക്ക് നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മളിപ്പോൾ LDFനെ പറ്റി സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ടുള്ളത്. ആൻ്റണിയേക്കാൾ എത്രയോ മികച്ച സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്ക്. അദ്ദേഹത്തിന് വളരെ നല്ല പ്രതിച്ഛായയുണ്ട്. കേരളത്തിൽ 10 കൊല്ലം മന്ത്രിയായിരുന്ന ആളാണ്. ഒരു അഴിമതി ആരോപണം ഇന്ന് വരെ ഉണ്ടാകാത്ത ആളാണ്. പണ്ഡിതനാണ്, ചിന്തകനാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ തോമസ് ഐസക്ക് നല്ല സ്ഥാനാർത്ഥി ആകുമായിരുന്നു എവിടെയാണെങ്കിൽ, ആലപ്പുഴയിലായിരുന്നെങ്കിൽ. കൊല്ലത്താണെങ്കിൽ പോലും ഒപ്പിക്കായിരുന്നു. ആലപ്പുഴ പുള്ളിയുടെ ഒരു തട്ടകവും കൂടെ. ഇതിൽ പ്രശ്നം പറ്റുന്നത് ഈ ശരിയായ കളിക്കാരനെ തെറ്റായ ഫീൽഡിൽ ഇറക്കി എന്നുള്ളതാണ്. അതെ, കളിക്കാരൻ നന്നായി പറഞ്ഞു, കളം നന്നാവട്ടെ. പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ നല്ല സ്ഥാനാർത്ഥി ഒന്നുകിൽ പഴയ റാന്നി MLA രാജു അബ്രഹാം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവരൊക്കെ ആ തട്ടകത്തിലെ ആളുകളാണ്. സാമുദായികമായിട്ടുള്ള മനസ്സിലായില്ലേ? UDFൻ്റെ പൊതുവിലുള്ള സാധ്യതകളെക്കുറിച്ചും ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിന്ന് ചർച്ച ചെയ്തു. കൂടാതെ തെക്കൻ കേരളത്തിലെ ഏതാനും മണ്ഡലങ്ങളെക്കുറിച്ചും നമ്മളിന്ന് സംസാരിച്ചു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. തുടരും UDFൻ്റെ കേരളത്തിലെ സാധ്യതകളെക്കുറിച്ചുള്ള വിലയിരുത്തലുമായി ഈ ചർച്ച അടുത്ത എപ്പിസോഡിൽ. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ VS രാജേഷ്, കേരളകൗമുദി അസോസിയേറ്റ് എഡിറ്റർ, കേരളകൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ AC റജി, ഏവർക്കും നന്ദി.